കളി കഴിഞ്ഞ പിന്നെ അർജന്റീന ആളുകൾക്ക് ഭക്ഷണം കഴിക്കാൻ ഉണ്ടാവില്ല. ഫൈനലിലാണ് ഞങ്ങൾ മത്സരിക്കുന്നത്. അർജന്റീന തോറ്റാലും ഞങ്ങൾക്ക് പ്രശ്നമില്ല. 86-ലെ കപ്പിന് ശേഷം 2022 വരെ കാത്തു നിന്ന അർജന്റീനൻ ആരാധകരാണ് ഇവിടെ ഉള്ളത്. ലോകകപ്പ് ആവേശത്തിലാണ് മലപ്പുറത്തിലെ ഓരോ തെരുവുകളും. ഞാനിപ്പോൾ നിൽക്കുന്നത് ഇരുമ്പുഴിക്കപ്പുറത്ത് വടക്കുമുറി എന്ന് പറയുന്ന ഭാഗത്തെ അൽമദാർ ക്ലബ്ബ് ഒരുക്കുന്ന ഒരു വലിയൊരു പരിപാടിക്ക് മുൻപിലാണ്. ഇവിടെ മലപ്പുറത്തിന്റെ വികാരമായിട്ടുള്ള നെയ്ച്ചോറും ചിക്കനും തയ്യാറാക്കുന്നു. ലോകകപ്പ് ആവേശത്തിൽ എല്ലാ ഫുട്ബോൾ ആരാധകരും ചേർന്നാണ് ഇവിടെ ഭക്ഷണം ഒരുക്കുന്നത്. മത്സരം ആരംഭിച്ചു കഴിഞ്ഞാൽ ഇത് വിളമ്പാനാണ് പദ്ധതി, അല്ലേ? അല്ലയൊക്കെ എത്ര കിലോ ഭക്ഷണം പദ്ധതി? ഏകദേശം 150 ഇതുണ്ടാവും. 150 എല്ലാവർക്കും ഉള്ള ഭക്ഷണം ഇവിടെ കൊടുത്തതിന് ശേഷം നമ്മൾ കളി കാണുമ്പോൾ തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ ഭക്ഷണം കൊടുക്കാനുള്ള ഉദ്ദേശമാണ്. അല്ല ഇതിപ്പോ ക്ലബ്ബ് അൽമദാർ ക്ലബ്ബ് പ്രവാസി കൂട്ടായ്മയും പള്ളിപ്പടി അൽമദാർ ക്ലബ്ബും എല്ലാം കൂടി ഒരുമിച്ചുകൊണ്ട് എല്ലാ ഫുട്ബോൾ പ്രേമികളും ഒരുമിച്ചാണുള്ള പരിപാടിയാണ് ഇവിടെ. നാട്ടിലെല്ലാം ആഘോഷമാണ്, അപ്പോൾ ഫുട്ബോളും ആഘോഷമാക്കാണല്ലേ? കളിന്റെ മുന്നേ ഭക്ഷണം കൊടുക്കും. കാരണം കളി കഴിഞ്ഞ പിന്നെ അർജന്റീന ആളുകൾക്ക് ഭക്ഷണം കഴിക്കാൻ ഉണ്ടാവില്ല. ഫൈനലിലാണ് ഞങ്ങൾ മത്സരിക്കുന്നത്. അർജന്റീന തോറ്റാലും ഞങ്ങൾക്ക് പ്രശ്നമില്ല. 86-ലെ കപ്പിന് ശേഷം 2022 വരെ കാത്തു നിന്ന അർജന്റീനൻ ആരാധകരാണ് ഇവിടെ ഉള്ളത്. 86 എനിക്ക് 6 വയസ്സുള്ളൂ, ഞാൻ കണ്ടിട്ടില്ല. 90-ല് മർഡോണ കരഞ്ഞു പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതിന്റെ ശേഷം 2022 കപ്പ് കൊണ്ടുപോകുന്നത് വരെ ഇവിടെയുള്ള എല്ലാ അർജന്റീനൻ ആരാധകരും അത് കണ്ടു നിന്നിട്ടുണ്ട്. 2022 ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ഇവിടെയുള്ള ബ്രസീലിന്റെ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? നമ്മൾ അർജന്റീനക്കാരാണ്. അർജന്റീന 2-1 ജയിക്കും. പറയാനുള്ള എന്താ വെച്ചാല് ഫിഫയും മറ്റേ ഇതിന് കൂടെയാണ്. നമ്മളിത് കണ്ടതല്ലേ. ഇന്നത്തെ കളിയിൽ അർജന്റീന 3-2 തോൽക്കുന്നുള്ള ഞങ്ങൾ ബ്രസീൽ ആദരവ്. 2-ന് ശേഷം ബ്രസീൽ സെമിക്ക് എത്തിക്കണോന്ന് ഓനോട് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്നാ പറയുള്ളൂ. കാരണം 7 ഗോളിന് തോറ്റ ടീമാണ്. 2-ന് ശേഷം ഭാവേ എത്ര കപ്പ് ബ്രസീൽ കൊണ്ടുപോയിക്കണോന്നുള്ളത് പറയാ. 2002-ന് ശേഷം അതും കൂടി പറയാ. ചിലക്കാതെ പോലെ പല ആവേശത്തിലാണ്. ഇത് നമ്മുടെ ഒരു നാടിന്റെ ഐക്യം കൂടിയാണ്. അതെ, നാടിന്റെ ഐക്യമാണ്. എല്ലാവരും കൂട്ടായ്മകളാണ്. എല്ലാ ടീമിന്റെ ഫാൻസ് ഇതിലുണ്ട്. അല്ലാതെ ഒരു ഫാൻസ് എന്നുള്ളവർക്കല്ല. ക്ലബിന്റെ കീഴിൽ പ്രവാസി കൂട്ടായ്മന്റെ കീഴിലുള്ള ഒരു ഇത് എല്ലാവർക്കും ഭക്ഷണം കൊടുക്കാന്നുള്ള മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമല്ല. കളിന് മുന്നേ കൊടുക്കും. കാരണം ചെറിയ കുട്ടികളുടെ ചില ആൾക്കാർ ആഫ്റ്റർനൂൺ പോകുന്നവരുണ്ടാവും. ചിലപ്പോൾ ഇപ്പൊ ഇവര് പറഞ്ഞ ചില ആൾക്കാർ ഇതാളുള്ള കളിയാണല്ലോ, ഒരു വികാരമാണല്ലോ. അതിന്റെ അടുത്ത 4 കൊല്ലം വരെ കാത്തിരിക്കണം. അർജന്റീനക്കാരുള്ളൂ. നമ്മുടെ ബ്രസീൽ ഫാൻ ഉണ്ട്. അല്ലല്ല, നിങ്ങൾ ബ്രസീൽ ഫാൻസ് പറയാൻ വേണ്ടി അതിന്റെ ബാക്കിൽ ബ്രസീലുകാർ ഭയങ്കര ദേഷ്യം പണ്ട് തൊട്ടേ. എങ്ങനെയാണ് ആരെ ജയിക്കുക? ഇന്ന് അർജന്റീന ജയിക്കാനാ സാധ്യത. അത് ഭയങ്കര ഒരു വേറിട്ട പ്രതികരണമാണ്. ഒരു ബ്രസീൽ ഫാൻ തന്നെ പറയണ അർജന്റീന ജയിക്കുന്നില്ല. എത്ര ഗോളിലേക്ക്? 2-1. ഇവിടെ കുറേ ഫാൻസ് ഉണ്ട്. തൊട്ടപ്പുറത്തുള്ള ഒരു ക്ലബ്ബാണ് മജ്ബൂസ് വിളമ്പാൻ പോകുന്നത്. മലപ്പുറത്തുകാരെ സംബന്ധിച്ച് കാൽപന്ത് കളി എന്ന് പറയുന്നത് ഹൃദയത്തിലാണ്. അത് ഈ ലോകകപ്പ് ആവേശം കൊണ്ട് അവർ തെളിയിക്കുകയാണ്. ഇനി 4 വർഷം കഴിഞ്ഞിട്ടുള്ള ഇത്തരത്തിലുള്ള ഉത്സവം ഉണ്ടാകുകയുള്ളൂ എന്ന് അവർ പറഞ്ഞു വെക്കുന്നുണ്ട്. ഫൈനൽ മത്സരത്തിന് വേണ്ടി ആ വിസിൽ മുഴങ്ങുന്നതിന് വേണ്ടി തന്നെയാണ് കാത്തിരിപ്പ്. ഇവിടെ ഫുട്ബോൾ ആരാധകർക്കിടയിൽ വേർതിരിവില്ല. എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കും. വലിയ മാനവികതയുടെ സന്ദേശം ഈ ഫുട്ബോൾ ആഘോഷത്തിന്റെ ആരവത്തിലൂടെ ഈ വടക്കുമുറിയിലെ ഫുട്ബോൾ ആരാധകർ സമൂഹത്തിന് കൈമാറുകയാണ്. വീഡിയോ ജേർണലിസ്റ്റ് ഷഫീഖ് അർലായിക്കൊപ്പം മുബഷിർ പി അക്ബർ, മലപ്പുറം.